ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2047 എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകമായ അർത്ഥവും ധ്വനിയും എന്താണെന്ന് പലരും മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ ഇനിയും തുടങ്ങിയിട്ടില്ലെങ്കിൽ എത്രയും വേഗം മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുക. 2047 ആകുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ 100-ാം വർഷം തികയുമ്പോൾ ഇന്ത്യയെ പാകിസ്ഥാൻ പോലെ ഒരു മുസ്ലിം രാജ്യമാക്കി തീർക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി എല്ലാ അടവുകളും പയറ്റിക്കൊണ്ട് എല്ലാ തന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ട് ഇസ്ലാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സത്യത്തെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് വാട്സപ്പിലൂടെ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അതിൻ്റെയൊക്കെ വ്യക്തമായ ഒരു തെളിവാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കുട്ടിയുടെ മുദ്രാവാക്യം. അരിയും കുന്തിരിക്കവും ഒക്കെ കരുതി വയ്ക്കുക, നിങ്ങളുടെ കാലന്മാർ ഇതാ വരുന്നു. എത്രയോ ഭയാനകമായ വാക്യമാണിത്. തീവ്രവാദികളായ മുസ്ലിമുകൾ പറയുന്നു, ഞങ്ങൾ കാലന്മാരാണ്. മുസ്ലിമുകളല്ലാത്തവരെ കൊല്ലാൻ വേണ്ടി വരുന്ന കാലന്മാരാണ് തീവ്രവാദികളായ മുസ്ലിമുകളെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് തെറ്റാണെന്ന് പരസ്യമായിട്ട് പറയുവാൻ കുറേ നല്ല മനുഷ്യരായ മുസ്ലിം സഹോദരങ്ങളും മുന്നോട്ട് വരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും തീവ്രവാദികളുടെ ലക്ഷ്യം ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രചോദനം അതിൽ നിന്നും ക്രിയാത്മകമായിട്ടെടുത്തു മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് മുന്നേറാനായിട്ട് സാധിക്കണം. അതിന് വളരെ കൃത്യമായും വ്യക്തമായും ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ക്രൈസ്തവരായ നമ്മൾ ദീപിക പത്രം വരുത്തണം. സഭയെയും പത്രം നടത്തുന്നവരെയും വിമർശിച്ചുകൊണ്ട് കാര്യമില്ല. ഏജന്റുമാർ വഴി പത്രം കൃത്യമായിട്ട് നമ്മുടെ വീടുകളിൽ എത്തിക്കുന്ന കാര്യത്തിൽ നമ്മളും ഒരു പ്രേക്ഷിത തീക്ഷ്ണത കാണിക്കാൻ തയ്യാറാകണം. അതുപോലെ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് പ്രഘോഷകരാകാൻ പരിശ്രമിക്കുന്നതോടൊപ്പം തന്നെ ആ വിശുദ്ധ ഗ്രന്ഥത്തിന് ദുർവ്യാഖ്യാനം നൽകിക്കൊണ്ട് തെറ്റായ പ്രബോധനങ്ങൾ ഖുർആൻ്റെ വെളിച്ചത്തിൽ നൽകുന്നതിന് മനസ്സിലാക്കാൻ പറ്റുന്നവർ ഖുർആൻ വായിക്കുക. മലയാളത്തിൽ അത് കിട്ടും. ഖുർആൻ വായിച്ചുകൊണ്ട് ഖുർആനിലെ തന്നെ തെറ്റായ ആശയങ്ങളെ തെറ്റായ വരികളെ കാണിച്ചു കൊടുത്തുകൊണ്ട് മുസ്ലിം സഹോദരങ്ങളെയും നല്ലവരായ മുസ്ലിം സഹോദരങ്ങളെയും യഥാർത്ഥ സത്യത്തിലേക്ക് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ഈശോ കേന്ദ്രീകൃതമായ പരിശുദ്ധ തൃത്വത്തിൻ്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾക്ക് സാധിക്കണം. നമുക്ക് കടമയുണ്ട്. ദൈവം നമ്മളോട് കണക്ക് ചോദിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി ഖുർആൻ വായിക്കാനും പഠിക്കുവാനും സ്വന്തമായിട്ട് ഖുർആൻ ഇല്ല, പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്, ശരിയാണ്. എങ്കിൽ ഇൻ്റർനെറ്റിൽ ഇത് സുലഭമാണ്. അതും ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ വേണ്ട. ഇന്ന് ഇസ്ലാം മതം ഉപേക്ഷിച്ച് അതിൻ്റെ തെറ്റുകളും അതിൻ്റെ പോരായ്മകളുമൊക്കെ പ്രവാചകരെ പോലെ പ്രഘോഷിക്കുന്ന ധാരാളം മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവരുടെ പ്രസംഗങ്ങൾ മൊബൈലിലൂടെ വാട്സപ്പിലൂടെ നമുക്ക് സുലഭമായിട്ട് കിട്ടും, ഇൻ്റർനെറ്റിലുണ്ട്. അത് കേൾക്കുക. അത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത് പരസ്പരം ശ്രവിക്കാനായിട്ട് പറയുക. അങ്ങനെ നമ്മുടെ കേരളവും നമ്മുടെ ഭാരതവും എങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തലമുറകളിലേക്ക് വിശ്വാസം പകരുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ. 2047 എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടത് 2033 എന്നാണ്. ഈശോയുടെ വരവിൻ്റെ 2000 വർഷം ഈശോ മാത്രം രക്ഷകനെന്ന് നമുക്ക് പ്രഘോഷിക്കാനായിട്ട് സാധിക്കണം. ആ ദൗത്യം നമ്മൾക്കുണ്ട്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ദീപിക പത്രം വരുത്തുക. ഇസ്ലാമിൻ്റെ തെറ്റുകളും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്തായിരിക്കുന്നുവെന്ന് പ്രഘോഷിക്കുന്ന ഇസ്ലാം പണ്ഡിതരെ തന്നെ ശ്രവിച്ചുകൊണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും കാലാനുസൃതമായ പുരോഗതിയും എല്ലാം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ആ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.